മാനന്തവാടി എം.എൽ.എ. ഒ.ആർ. കേളു മന്ത്രിയായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. വൈകിട്ട് 4-ന് രാജ്ഭവനിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ്. കെ രാധാകൃഷ്ണന് പകരക്കാരനായാണ് കേളു മന്ത്രിസഭയിലേക്ക് എത്തുന്നത്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ഒപ്പം ചേരുന്നു. ടിൻഡു, ഒരു ഉടച്ചുവാർക്കൽ എന്ന് പറയാനാകില്ലെങ്കിൽ പോലും കെ രാധാകൃഷ്ണന് പകരം ഒ.ആർ. കേളു വരുന്നു. സത്യപ്രതിജ്ഞ 4 മണിക്ക് തന്നെ തുടങ്ങുമോ? കൃഷ്ണരാജ് മാനന്തവാടിയിൽ നിന്നുള്ള വയനാട്ടിലെ CPM-ന്റെ ആദ്യത്തെ മന്ത്രി എന്ന് പറയാം ഒ.ആർ. കേളുവിൻ്റെ സത്യപ്രതിജ്ഞ ഇന്ന് വൈകുന്നേരം 4 മണിയോടുകൂടി രാജ്ഭവനിൽ നടക്കും. നമുക്കറിയാം, സംസ്ഥാന സർക്കാരും ഗവർണറുമായിട്ടൊക്കെ ചെറിയ അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നൊരു സാഹചര്യമാണ്. കഴിഞ്ഞ മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് ശേഷം KB ഗണേഷ് കുമാറിൻ്റെയും കടന്നപ്പള്ളി രാമചന്ദ്രൻ്റെയും സത്യപ്രതിജ്ഞാ ചടങ്ങിലും ഗവർണറും മുഖ്യമന്ത്രിയുമായിട്ട് അത്ര സമരസത്തിലല്ലായിരുന്നു. ഇന്നും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ എങ്ങനെയായിരിക്കും എന്നൊരു കാര്യത്തിലും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ലോക കേരള സഭയുമായി ബന്ധപ്പെട്ട് ഗവർണർക്ക് ഔദ്യോഗികമായിട്ടുള്ള ക്ഷണം ഉണ്ടായിരുന്നെങ്കിലും ഗവർണർ ആ ക്ഷണം നിഷേധിക്കുകയും അതോടൊപ്പം തന്നെ ഗവർണർ പരസ്യമായി തന്നെ ഇതിനെതിരെ പ്രതികരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പിന്നീട് പറയാനുള്ളത്, നമുക്കറിയാം, നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ ഒരു ഉടച്ചുവാർക്കൽ എന്ന് പറയേണ്ടിയിരിക്കുന്നില്ല. കാരണം പ്രധാനപ്പെട്ട 3 വകുപ്പുകളായിരുന്നു ആർ രാധാകൃഷ്ണൻ അല്ലെങ്കിൽ ചേലക്കരയിൽ നിന്നും നിയമസഭയിലേക്ക് എത്തിയ CPM-ലെ മന്ത്രിസഭയിലെ ആർ രാധാകൃഷ്ണൻ ഒരു പട്ടികജാതി വിഭാഗത്തിൽ നിന്നും പ്രധാനപ്പെട്ട 3 വകുപ്പുകളായിരുന്നു കൈകാര്യം ചെയ്തത്. നിയമസഭയിലെ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട പാർലമെന്ററി വകുപ്പും അതോടൊപ്പം തന്നെ ദേവസ്വം വകുപ്പും കൂടാതെ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പുമാണ് കൈകാര്യം ചെയ്തത്. ഈ വകുപ്പാണ് 3ആയി വിഭജിച്ച് ഒ.ആർ. കേളുവിന് മാത്രം പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് നൽകിയിട്ടുള്ളത്. അതിൽ വലിയ രീതിയിലുള്ള വിമർശനമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ മന്ത്രിസഭാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനം വന്നിട്ടുണ്ടായിരുന്നു. നിലവിലിപ്പോൾ മന്ത്രി VN വാസവൻ തുറമുഖ വകുപ്പും രജിസ്ട്രേഷൻ വകുപ്പും കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിന് പുറമെയാണ് ദേവസ്വം വകുപ്പ് നൽകിയത്. MP രാജേഷിന് പാർലമെന്റ് വകുപ്പാണ് നൽകിയിട്ടുള്ളത്. നിയമസഭയിലെ സ്പീക്കറായിരുന്നത് കൊണ്ട് തന്നെ MP രാജേഷിന് അത്തരം വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്യാൻ കൂടുതൽ എളുപ്പമായിരിക്കും എന്നൊരു ധാരണയോട് കൂടിയാണ് അത്തരത്തിൽ ആ വകുപ്പ് MP രാജേഷിന് വിട്ടു നൽകിയിട്ടുള്ളതെന്നാണ് CPM-ന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. അതോടൊപ്പം തന്നെ ഒ.ആർ. കേളു എന്ന് പറയുന്നത് മാനന്തവാടിയിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ വയനാട്ടിൽ നിന്ന് വരുന്ന CPM-ന്റെ ആദ്യ മന്ത്രിയാണ്. കൂടാതെ തന്നെ അദ്ദേഹം വന്ന മേഖലയിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ് ആയിട്ട് അല്ലെങ്കിൽ കൂടുതൽ അധികാരങ്ങൾ അദ്ദേഹത്തിൻ്റെ മേഖലയിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും എന്നൊക്കെയാണ് CPM-ന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. നമുക്കറിയാം, ആദ്യ മന്ത്രിയല്ല പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും കേരളത്തിലെ നിയമസഭയിലേക്ക് എത്തുന്ന ഒ.ആർ. കേളു. ഇതിനു മുമ്പ് 13ാം നിയമസഭയിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്ത് PK ജയലക്ഷ്മിയും ഇതേ സമാനമായ രീതിയിൽ തന്നെ കുറിച്യർ വിഭാഗത്തിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നിലവിലെ നമുക്കറിയാം, ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള തോൽവി CPM-ന്റെ മുന്നിൽ നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ളൊരു പുനഃസംഘടനയും കൂടി വരുന്നത്. 28% വരുന്ന ഈഴവ സമുദായത്തിലുള്ള ഒരാൾക്ക് 28% വരുന്ന ഈഴവ സമുദായത്തിൽ നിന്നും വോട്ട് ഭിന്നിച്ചു പോകണ്ട എന്നൊരു ധാരണയായിരിക്കണം ഇത്തരത്തിലുള്ള VN വാസവന് ഈ വകുപ്പ് നൽകിയതെന്നുള്ള രീതിയിലുള്ള പ്രതികരണവും അത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു. അതോടൊപ്പം തന്നെ ഒ.ആർ. കേളു എന്തുകൊണ്ട് ദേവസ്വം ഭരിച്ചാൽ കുഴപ്പം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തുകൊണ്ട് മാറ്റി നിർത്തി എന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വിവിധ പട്ടികജാതി സംഘടനകൾ അല്ലെങ്കിൽ പട്ടികവർഗ സംഘടനകളുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ രീതിയിലുള്ള പ്രതിരോധം വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം ഇതേ സംബന്ധിച്ച് സംസാരിക്കുന്നത് തന്നെയാണ്. ഏതായാലും നിലവിൽ തന്നിട്ടുള്ള വകുപ്പ് ശരിയായ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കാം എന്ന തരത്തിലുള്ള പ്രതികരണമാണ് അദ്ദേഹം നിയുക്ത മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണം വന്നിട്ടുള്ളത്. CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും അതോടൊപ്പം തന്നെ CPM-ന്റെ സംസ്ഥാന സമിതിയിലൊക്കെ അംഗമായിട്ടുള്ള അദ്ദേഹം വലിയ രീതിയിലുള്ള പ്രതീക്ഷയാണ് ഈ വകുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്നതെന്നും നേരത്തെ ജനൻ TV-യോട് തന്നെ അദ്ദേഹം വന്ന് പ്രതികരിച്ചിട്ടുണ്ട്. എന്തായാലും രണ്ടാമത്തെ തവണയാണ് ഇത്തരത്തിൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുന്നത്. എന്തായാലും ഒ.ആർ. കേളുവിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഇന്ന് രാജ്ഭവനിൽ വൈകുന്നേരം 4 മണിയോടുകൂടി നടക്കും. അതോടൊപ്പം തന്നെ ഗവർണറും സർക്കാരും തമ്മിലുള്ളൊരു ഒരു പൊരുത്തക്കേടും ഒക്കെ ഈ സാഹചര്യത്തിൽ നിൽക്കുന്നപ്പോൾ വലിയ രീതിയിലുള്ള മന്ത്രിയായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ചടങ്ങ് വൈകുന്നേരം 4 മണിക്കാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡു ദാസ്.